സ്വാഗതം. നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഈയിടെ വന്നു. ഏറ്റവും ഒരു മോശപ്പെട്ട ഒരു റിസൾട്ട് എന്ന് തന്നെ പറയാം. നമുക്ക് റിസൾട്ട് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല എങ്കിലും റിസൾട്ടിൽ ഉള്ളിലുള്ള സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ A+ന്റെ എണ്ണങ്ങളും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ഏറ്റവും കൂടുതൽ ഫെയിലായ സബ്ജക്റ്റ് കഴിഞ്ഞ വർഷം നോക്കുമ്പോഴും ഈ വർഷമൊക്കെ നോക്കുമ്പോഴും ഒക്കെ കഴിഞ്ഞ വർഷം സെക്കൻഡ് പ്ലേസിൽ നിന്ന മാത്സ് ഈ വർഷം ഫസ്റ്റ് പ്ലേസിലൂടെ കയറി ഏറ്റവും കൂടുതൽ ഫെയിലായ സബ്ജക്റ്റ്. കഴിഞ്ഞ വർഷം അത് കെമിസ്ട്രി ആയിരുന്നു. നേരിയ വ്യത്യാസത്തിൽ കെമിസ്ട്രി അടിച്ചുകൊണ്ട് പോയ കപ്പ്. പക്ഷെ ഈ വർഷം കപ്പ് തിരിച്ചു പിടിച്ചേക്കുന്ന പോലാണ് നമ്മുടെ മാത്സ് ഏറ്റവും കൂടുതൽ ഫെയിൽ ആയതിന്റെ കാരണം വേറൊന്നുമല്ല, എക്സാം നല്ല ടഫായിരുന്നു. രണ്ടാമത്തെ കാര്യം, എക്സാമിന് ആ വാല്യുവേഷൻ എന്ന് പറഞ്ഞാലും അതുപോലെ നമ്മുടെ ആൻസർ കീ ഇതെല്ലാം കുട്ടികൾക്ക് വലിയ പ്രയോജനമൊന്നും ആ ക്വസ്റ്റ്യൻ ടഫായതിന്റെ പേരിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഏറ്റവും മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ന്റെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാളും 9000 കുട്ടികൾക്ക് A+ മാത്സിൽ കുറഞ്ഞു. അത്രയ്ക്ക് നന്നായിട്ട് അങ്ങ് കുട്ടികളുടെ A+ന്റെ എണ്ണം 9000 കുറഞ്ഞത്. ഒരു 25% അടുത്തുണ്ട്. അപ്പോൾ ഈ ആ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടുള്ള അടുത്ത റിസൾട്ടുകാരെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ A+ കിട്ടേണ്ടവൻ A ആയി, A കിട്ടേണ്ടവൻ B+ ആവുന്നു, അല്ലെങ്കിൽ ബിയിലോട്ട് മാറും. ജയിച്ചുകൊണ്ടിരുന്ന സിക്കാരൊക്കെ ചിലപ്പം തോൽവിയായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമാണ് ഈ വർഷം മാത്സിനെ സംബന്ധിച്ചത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുട്ടികൾ മാത്സിന് ഫെയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയിക്കുക എന്നുള്ളതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചാൽ, അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലപോലെ കട്ടക്ക് ചെയ്യുന്ന സ്മാർട്ടായിട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് ജയിക്കുക. ഇനിയിപ്പോ പലരും പല രീതി കൂടെയൊക്കെ തോറ്റേക്കുന്നു. +1 തോറ്റവരുണ്ട്, +2 തോറ്റവരുണ്ട്, 2 തോറ്റവരുണ്ട്, അങ്ങനെ പല രീതി കൂടെയൊക്കെയാ. നമ്മൾ ഇനി അതൊന്നും നോക്കണ്ട. +2 മാത്രമേ നമുക്കിപ്പോ എഴുതാൻ പറ്റത്തുള്ളൂ. +1 നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ +1ന് നിങ്ങൾക്ക് ഇപ്പൊ എത്ര കിട്ടിയോ അതിനോടുകൂടി ഇനി എഴുതാൻ പോകുന്ന ഈ +2നോട് ചേരുമ്പോൾ 36 കിട്ടണം. അങ്ങനെയാ പാസ്സാവേണ്ടത്. അപ്പൊ ഇനി പാസ്സാവാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. എന്തായാലും തോറ്റ സ്ഥിതിക്ക് അത്ര എളുപ്പമല്ലെന്ന് തോന്നും. പക്ഷെ നമുക്ക് ജയിക്കാനുള്ള എളുപ്പ വഴികൾ തേടി എളുപ്പത്തിൽ ജയിക്കാനുള്ള വഴി നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ട് ഇവനെ കവർ ചെയ്യാം. നമുക്ക് ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 5-6 ചാപ്റ്റേഴ്സിനെ ഒരുവിധം നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് പകുതി മാർക്ക് 60-ൽ 30 നേടാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പഠിക്കണമെന്നുള്ളതാണ് കാര്യം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പാക്കേജും പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും തന്ന് ആ ക്വസ്റ്റ്യൻ പാക്കേജ് ക്വസ്റ്റ്യൻ ആൻസറുകളുള്ള നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആർക്ക് എന്തായാലും നിങ്ങളായിട്ട് കണ്ടെത്തി പഠിക്കുമ്പോൾ ഒത്തിരി നിങ്ങൾ വേസ്റ്റ് പഠിക്കും. ഇവിടെ അതല്ല, എല്ലാം കറക്റ്റായിട്ട് തന്ന് പഠിപ്പിക്കും. എക്സാമിനുള്ളത് കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു മാർക്ക് സഹിതം മാർക്ക് എന്താണോ എത്ര മാർക്കാണെന്നുള്ള എല്ലാം കൃത്യമായിട്ട് തന്നാണ്. അപ്പൊ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. നമ്മുടെ ഒരു 5-6 ചാപ്റ്റേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ജയിച്ചിരിക്കും. അതിനുള്ളിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാ വരുന്നത് അതിന്റെ എല്ലാ രീതിയിൽ കൂടെ നിങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ വഴികളും അതിനുള്ളിൽ മാത്സിന് ഉണ്ടാവും. ഓക്കെ, ബാക്കി നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വേണ്ടത് മാത്രം പഠിപ്പിക്കുമ്പോഴത്തേക്ക് 30, 35, 40, 45 നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇങ്ങനെയാണ് ഇവനെ ജയിക്കാനുള്ള വഴി. അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ ഏതൊക്കെയാ ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാം കൂടെ എന്തായാലും പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ തന്ന് പറഞ്ഞു പോകെ ഒരു കറക്റ്റായിട്ട് ഒരു റെഗുലറായിട്ട് അങ്ങ് പോകാം. അപ്പൊ നോക്കി, നമുക്ക് ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ ചുമ്മാ നിങ്ങളെന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞ് ഓപ്പറേഷൻ കേട്ടോ. കാരണം പലർക്കും അറിയാൻ വയ്യാത്ത ഒന്ന് രണ്ട് കാര്യമാണ്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇതുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ വയ്യതിനെ പഠിച്ചെടുക്കുക. ഈ സമയം നമുക്ക് ധാരാളം മതി പഠിക്കാൻ കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും കുറവാന്ന് കരുതണ്ട. ഈ ടൈം നമുക്ക് വളരെ നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ആരുമേ ഒട്ടും സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമേ വിഷമിക്കേണ്ട. ഈ സമയത്തിനുള്ളിൽ ഇവനെല്ലാം കവറപ്പ് ചെയ്തെടുക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് x if A is equal to matrix x 2 5 2 is singular. ഓക്കെ, സിംഗുലർ. ഈ മെട്രിക്സ് സിംഗുലർ ആകാൻ ഞാൻ ചൂടൊന്ന് മാറ്റിയേക്കാം. ചൂടൊക്കെ നമ്പറൊക്കെ ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. ഓക്കെ, 15 ഇത് എക്സ് എന്ന് നടന്നോട്ടെ. ഓക്കെ, അപ്പൊ x 2 15 2 ഇത് സിംഗുലർ ആകണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂനെ കണ്ടുപിടിക്കുക. ഫൈൻഡ് എക്സ് ഇഫ് എ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് ഈസ് സിംഗുലർ. ഇത് സിംഗുലർ ആവാൻ എങ്ങനെയായിരിക്കണം എന്നാണ് കേട്ടോ.
അപ്പൊ സിംഗുലർ എന്നുള്ള വേർഡ് അറിയത്തില്ല. സിംഗുലർ എന്ന് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്തത്. സിംഗുലർ എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാനാ? സിംഗുലറിന്റെ അർത്ഥം എന്തുവാ? ഇതൊന്നും അറിയാൻ വയ്യാത്തോണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം കേട്ടോ. ഇത് മെട്രിക്സാ. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോഴാണ് ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ. അപ്പൊ സിംഗുലർ എന്ന് പറയാൻ ഒരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാ. എപ്പോഴാ ആ മെട്രിക്സിനെ അങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? അതിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോൾ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോഴാണ് ആ മെട്രിക്സിനെ നമ്മൾക്ക് സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ 3 എന്നിട്ടേക്കാം. എല്ലാം 2 3 ഒന്നും വേണ്ട കേട്ടോ. അപ്പം x 2 15 3. ഈ മെട്രിക്സ് നമുക്ക് സിംഗുലർ ആകണമെങ്കിൽ എക്സിന്റെ പ്ലേസിൽ ആര് വരണം? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? ചെറിയ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. നമ്മളിങ്ങനെ 2 3 കഴിയുമ്പോഴത്തെ 18 എളുപ്പം എത്തും കേട്ടോ. അപ്പൊ അതിന് 6 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ കറക്റ്റായിട്ട് തരും. അവനെ അങ്ങ് പഠിച്ചാൽ മതി. 2 3 തവണ ഇരുന്ന് കൊണ്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. രാത്രിയൊന്നും ഉറങ്ങണ്ടെന്നല്ല, മാക്സിമം ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് കുറച്ച് സമയം ഉറങ്ങുക. ഈ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളാണ് കേട്ടോ. ജയിക്കാനുള്ള നമ്മുടെ മുന്നിൽ തന്നിരുന്ന ദിവസങ്ങളാണ്. ആരെയും നോക്കണ്ട, വേറെ എവിടെയുള്ളവരെ ആരെയും വിളിക്കണ്ട. വീട്ടിലുള്ളവരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പഠിക്കാൻ കയറിയിരിക്കുക. അവരെ അടുത്തോട്ട് നമ്മൾ നമ്മുടെ സമയത്തിരുന്ന് പഠിക്കുക. ജയിച്ചിട്ട് മാത്രമേ ഇനി നമ്മൾ പുറത്തോട്ട് കൂടുതൽ ഇറങ്ങിയാൽ മതി. അതുവരെ നമ്മൾ വലിയൊരു ത്യാഗമായിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇരുന്നെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് 0, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് x 2 15 3 ഈക്വൽ ടു 0. ഇങ്ങനെ അങ്ങോട്ട് എഴുതണം. അത് തന്നെ നോക്കി എഴുതിയിരിക്കണം, അല്ല വേറെ ഒന്നുമില്ല. ഇത് മെട്രിക്സ് പോലെ എഴുതിയിരിക്കുന്നു. 2 വരയ്ക്ക് എഴുതുമ്പോൾ ഡിറ്റർമിനന്റ് അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അകത്തോട്ടൊന്നുമില്ല. ഇങ്ങനെ 11 പോലെ എഴുതുമ്പോഴാണ് ഡിറ്റർമിനന്റ് മോഡുലസ് പോലെ. ഇനി ഇതിനെങ്ങനെ ചെയ്യുന്നത്? ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ കുറയ്ക്കണം. ഒന്നുകൂടെ പറയാം, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം, ഗുണിക്കണം. ഇത് തമ്മിലും ഇൻറ്റു ചെയ്യണം, ക്രോസ് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ഇടയ്ക്ക് ഒരു മൈനസ് ഈക്വൽ 0. നോക്കണേ, ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ഇൻറ്റു 3 ആരാവും? 3x. മൈനസ് ഇടണേ, 15 ഇൻറ്റു 2 30 ഈക്വൽ എത്ര എഴുതണം? 0. ഇതാണ് ഓക്കെ. കാരണം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിന്റ് വാല്യൂ എന്താവണം? 0 ആവണം. അപ്പൊ ഇതിന്റെ ഡിറ്റർമിന്റ് ഇങ്ങനെയാണ്. 4 പേര് വരുമ്പോൾ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. എന്ത് എളുപ്പമായിരുന്നു നോക്കിക്കേ. നമ്മൾ ഇതൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇനി ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണത്തില്ല. നമുക്ക് ഏറ്റവും വന്നൊരു പിഴവതാണ് കേട്ടോ. അന്നേരം നമ്മൾ ഒന്നുമേ അറിയാൻ വയ്യാത്ത ഒരു ആളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അന്നേരം ഇരുന്നൊന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലൊന്ന് പെടില്ലായിരുന്നു. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. x ഇൻറ്റു 3x മൈനസ് 15 ഇൻറ്റു 2 30 ഈക്വൽ 0. ഇവിടുന്ന് എക്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മൈനസ് 30 എന്നുള്ളതിന് ഈക്വലിന് അപ്പുറത്ത് കിടക്കുമ്പോൾ 3x ഈക്വൽ ടു എന്നായി കേട്ടോ. ഈ മൈനസ് 30 ഈക്വലിന് ഇവിടെ എത്തും. അപ്പൊ 0 പ്ലസ് 30 എന്ന് വരും. ശരിയല്ലോ? ഈ 0 എഴുതി മൈനസ് 30 ഈക്വലിന്റെ അപ്പുറത്ത് വരുമ്പോൾ പാലം കിടക്കുമ്പോൾ സൈൻ മാറും. പാലം എന്ന് പറയാൻ ഈക്വൽ ആണ് കേട്ടോ. പ്ലസ് 30 ദാറ്റ് ഈസ് 3x ഈക്വൽ ടു 0 പ്ലസ് 30. നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം കേട്ടോ. 3x 30 ആണെങ്കിൽ x വേണമെങ്കിൽ 30/3. ശരിയല്ലേ മോനെ? 3 പപ്സിന്റെ വില 30. അങ്ങനെയാണെങ്കിൽ ഒരു പപ്സിന്റെ വില 10 രൂപയിലാണെന്നുള്ളൂ. 3 പപ്സിന് 30, ഒരു പപ്സിന് 10 രൂപയിലേ ഉള്ളൂ. അതെങ്ങനെ കിട്ടുന്നത്? 30/3, ആൻസർ 10. അത്രേ ഉള്ളൂ. ഇവിടെ പപ്സ് ഇരുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ x കിട്ടി. ഇത്രേ ഉള്ളൂ. 2 മാർക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് അറിയാവുന്നതായിരുന്നു, പക്ഷെ നമുക്ക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഓർക്കുന്നില്ല കേട്ടോ. ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷേ നിങ്ങളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു തരാവുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബോധവാന്മാരായില്ല. എനിക്ക് അത്ര ആ വീഡിയോ ബോധവാന്മാരായില്ല. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. തോറ്റുപോയി. അതൊന്നും ഒരു വിഷയമല്ല. തോറ്റതിനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഇനി ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. തോറ്റത് അവിടെ കിടക്കട്ടെ. അതൊക്കെ അങ്ങ് നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പറ്റും. നമ്മൾ ഇവിടുന്ന് പക്ഷെ ജയിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കഴിവ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോഴത്തേക്ക് പരീക്ഷയ്ക്ക് വരുന്നത് നമ്മളിങ്ങോട്ട് പഠിക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് എത്തി കാണുമ്പോൾ എഴുതുമ്പോൾ വളരെ ഈസി ആയിട്ട് ജയിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നിങ്ങളെ മാക്സിമം നിങ്ങളെ ജയിപ്പിക്കുന്ന എല്ലാ വഴിയും തന്നും മാക്സിമം മാർക്ക് വാങ്ങുന്ന എല്ലാ കാര്യങ്ങളും തരുകയും ചെയ്യും. ജോയിൻ ചെയ്യുന്നതുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്സ് മാത്രമല്ല, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ. നന്നായിട്ട് പഠിക്കണം. നമുക്ക് വേണ്ടിയുള്ള ദിവസങ്ങളാണ് ഈ തന്നേക്കുന്നത്. ഒരിക്കലും ഉഴപ്പുക എന്നുള്ള വേടെ മുന്നിൽ വരല്ലേ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.